ഭരണിയിൽ നിന്ന് നമ്മളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഇത് മാങ്ങാപ്പഴമാണ്. ഞാനിത് പല ദിവസമായിട്ട് നല്ലത് നോക്കി കഴുകി പെറുക്കി തുടച്ച് ഉപ്പ് വെള്ളത്തിലിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന 2-3 മാസം കഴിഞ്ഞ് നമുക്ക് എടുത്താൽ മതി. മാമ്പഴക്കാലമൊക്കെ കഴിയുമ്പോൾ ഇതെങ്ങനെ ഇട്ടെന്നുള്ള വീഡിയോ കാണാം. ഞാൻ ഇന്നിവിടെ ഒരു ഭരണിയൊക്കെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളം നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്, തണുപ്പൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ മാമ്പഴത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് മുഴുവൻ ഒഴിക്കുക, കാരണം നാളെ ബാക്കി ഇനിയും മാങ്ങാപ്പഴം കിട്ടും. ഇതിപ്പം മാങ്ങ പഴുത്ത് തുടങ്ങിയതേ ഉള്ളൂ. ബാക്കി നമുക്ക് ഇന്നും ഇത്രയും മാങ്ങാപ്പഴം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ ഇട്ട് വെച്ചതിൻ്റെ കൂടെ ഇതങ്ങോട്ട് കഴുകി നല്ലത് നോക്കി കഴുകി തുടച്ച് ഇന്നലത്തെ മാങ്ങാപ്പഴത്തിൻ്റെ കൂടെ ഭരണിയിലാക്കാം. ഇന്നത്തെ മാങ്ങായും കൂടി ഇട്ടപ്പോഴത്തേനും അരഭരണിയായി ഉണ്ടോ. ഇനി നമുക്ക് ഭരണി നിറയുന്നോടം വരെ എടുത്ത് വയ്ക്കാം. നമുക്ക് അത്രയൊക്കെ മതി. വർഷകാലമാകുമ്പം മാങ്ങാക്കാലം തീരുമ്പം ഇടയ്ക്ക് ഓരോന്നിടത്ത് കഴിക്കാമല്ലോ. നമ്മൾ മാമ്പഴം പെറുക്കിയിട്ട് വെച്ച് നിറയാറായി. ഇന്ന് ഇതിലെ നല്ലതും കൂടെ പെറുക്കി ഇടുമ്പോഴത്തേനും നിറയും. എന്നിട്ട് നമുക്കൊരു തുണി കൊണ്ട് മൂടി പൊതിഞ്ഞ് കെട്ടി വയ്ക്കാം. ആദ്യം ഒഴിച്ച വെള്ളം അല്ലാതെ ഇതുവരെ ഞാൻ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. കണ്ടോ, ഇനി ഇത് ഇടുമ്പോഴും വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരുന്നതൊന്നുമില്ല. ഇനി നകന്നില്ലെങ്കിൽ നമുക്ക് ഒരല്പം വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് കണ്ടോ, ഇത് ഞാൻ ഈ ഭരണിക്കകത്തേ കൂടെ ഒരു മാങ്ങ എടുത്ത് തിന്ന് നോക്കിയതാണ്. നല്ല മധുരവും ചെറിയ ഉപ്പും ഒക്കെ ആയിട്ട് നല്ല സൂപ്പർ കേട്ടോ ഇതിന്. അപ്പം ഉപ്പ് ഉണ്ട്, എന്നാലും നമുക്ക് വേണമെങ്കിൽ ഒരല്പം കൂടി ഇടാം. ഒരല്പം നല്ലെണ്ണയും ഒഴിക്കാം. എന്നിട്ട് നമുക്ക് ഇതങ്ങോട്ട് മൂടി പൊതിഞ്ഞ് കെട്ടി വയ്ക്കാം. ഉപ്പിട്ടു, അല്പം എണ്ണ ഒഴിച്ചു. നമുക്ക് ഇതിൻ്റെ അടപ്പ് കൊണ്ട് തന്നെ അങ്ങോട്ട് ആദ്യം അടയ്ക്കാം. വീണ്ടും ഒരു നല്ല തുണി കൊണ്ട് അടച്ചു. ഇനി നമുക്ക് തുണി കൊണ്ട് തന്നെ കെട്ടി വെക്കണം. ഇപ്പോൾ തൽക്കാലം ഞാനൊരു റബ്ബർ ബാൻഡ് അങ്ങിടുക. കണ്ടോ, ഇനി ഇപ്പോൾ ഏപ്രിൽ മാസം, മെയ്, ജൂൺ ഒക്കെ കഴിഞ്ഞ് ജൂലൈ മാസമൊക്കെ വരെ നമുക്ക് പച്ചമാങ്ങയും പഴുത്ത മാങ്ങയൊക്കെ കിട്ടും. അപ്പോൾ ഒരു ജൂലൈ മാസത്തിലൊക്കെ ഇത് നമുക്കിനി എടുക്കേണ്ടി വരുള്ളൂ. അതുവരെ ഇത് തൊടാതെ ഇവിടെ വെച്ചേക്കാം. നമുക്കിതിൻ്റെ പുറമേ ഒരു ചരടിട്ട് നല്ല മുറുക്കി കെട്ടി വയ്ക്കാം. നമുക്ക് ഈ ചരട് കൊണ്ടും കൂടി ഇത് നന്നായിട്ടൊന്ന് കെട്ടി അങ്ങോട്ട് ഭദ്രമാക്കി വയ്ക്കാം. കണ്ടോ, നമുക്കിനി ജൂലൈ മാസത്തിൽ ഇത് തുറന്നാൽ മതി. 3 മാസം ഇതിങ്ങനെ അങ്ങിരിക്കട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.